അവസരങ്ങൾക്ക് വേണ്ടി ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ കൊങ്ങയ്ക്ക് പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സീരിയൽസ് ചേച്ചി ഏകദേശം 40ഓളം സീരിയൽസ് ഇഫ് ഐ എം നോട്ട് റോങ് അല്ലെ, എബോവ് 40 ചെയ്തിട്ടുണ്ട്. അത്രയും തന്നെ സിനിമകളും അപ്പൊ വിക്കിപീഡിയ തിരുത്തേണ്ട സമയമായതാണ്. കുറെ വന്നിട്ടില്ല. ഒരു സംവിധായകൻ, എഴുത്തുകാരൻ എന്താണ് ഒരു കഥാപാത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, അത് ആ ആർട്ടിസ്റ്റിന് കൊടുക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ അതിലും വേറൊരു അപ്രിസിയേഷൻ നമുക്ക് ഇല്ലല്ലോ. സന്തോഷം ചേച്ചി എങ്ങനെ ഡിഫൈൻ ചെയ്യും? നമ്മളിപ്പം പലയിടത്തും വായിച്ചിട്ടും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഹാപ്പിനെസ് മറ്റുള്ളവരിൽ തിരഞ്ഞാൽ നമുക്കത് കിട്ടില്ല. നമ്മുടെ കൈവെള്ളയെ തന്നിട്ട് പെട്ടെന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവനവന്റെ ഐഡന്റിറ്റി എന്താന്ന് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്നതും ഇതുപോലത്തെ നെഗറ്റീവ് സാധനം പറയുന്നതും. ക്യാമറയാണെന്നും ഇത് നാട്ടുകാർ കാണുന്നുള്ള ആ ഒരു ബോധം ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പോകും. എന്റെ തനി സ്വഭാവം പുറത്തേക്ക് വരും. പ്രോബ്ലം ക്രിയേറ്റിംഗ് പേഴ്സൺ അല്ല, പക്ഷെ യെസ്, നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം. ദർ ഇസ് എ വേ. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ആദ്യം വേണ്ടത് ഒബ്സർവേഷൻ എന്ന് പറയുന്നതാണ്. ഓരോ ആളിൽ നിന്നും നമുക്ക് ഓരോന്ന് പഠിക്കാനുണ്ടാവുന്നുള്ളതാണ്. പക്ഷെ എനിക്കൊന്ന് തുടക്കത്തിലൊക്കെ ഞാൻ അത്ര വലിയൊരു ഒബ്സർവ്ഡ് പേഴ്സൺ അല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആങ്കറിങ്ങിലൂടെ മലയാളം സീരിയൽ സിനിമാ രംഗത്തെത്തുകയും അത് കഴിഞ്ഞ് നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആക്ടേഴ്സ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻ ഷാ ആൻഡ് I have with me Rashmi Boban. Welcome to the show. Thank you. First of all, same page. അതെ. ഞാൻ അവിടെ നിന്ന് ചേച്ചി വരുമ്പോഴേ ഞാൻ നോക്കുവായിരുന്നു, ഇന്ന് സെയിം പിടിച്ച് അടിച്ചു. ഓക്കെ, ഈ ഷർട്ടിന് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് ചേച്ചി. ഇത് ഞാൻ എപ്പോഴൊക്കെ ഇടുന്നു ഓപ്പോസിറ്റ് വരുന്ന ഗസ്റ്റും അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ട് വരും. അപ്പൊ നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങളിലോട്ട് വരാം. ലേറ്റസ്റ്റ്, അതായത് ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് സർവമായ. അപ്പോൾ സർവമായ എന്ന് പറയുന്ന സിനിമയില് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സീനിലാണ് ചേച്ചി വരുന്നത്. അവിടെ തൊട്ടാണ് കഥ മൊത്തം മാറി പറയുന്നതും ഡെലുലു എന്ന് പറയുന്ന ആള് നമ്മുടെ നിവിൻ പോളി ചെയ്യുന്ന ക്യാരക്ടറിന്റെ കൂടെ അറ്റാച്ച് ആവുന്നത്. സോ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്? അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയൂ, നിവിൻ പോളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ. ആ മൂവിയിലേക്ക് വരുന്നത് എന്റെ ഫിലിം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സത്യൻ അന്തിക്കാട് മൂവീസ് ത്രൂ ആണ്. അപ്പോൾ സാറിന്റെ മകൻ ഒരു അഖിൽ പടം ചെയ്യുമ്പോൾ എന്നെ ആദ്യം വേറൊരു ക്യാരക്ടറിനായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷെ അത് വർക്ക്ഔട്ട് ആയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി, അയ്യോ സെറ്റ് ആയില്ലല്ലോ. കാരണം നമ്മള് ഫാമിലിന്ന് ഒരു കോള് വരുന്ന പോലെയാണല്ലോ. അത് കഴിയുമ്പോൾ ഏകദേശം ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അഖിൽ വിളിച്ചു പറഞ്ഞു, ചേച്ചി വേറൊരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ഒരൊറ്റ സീനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു സീനോ ഒരു ഷോട്ടോ ഐ എം ഓക്കെ വിത്ത്. നമ്മളെ കുടുംബത്തിലെ ഇതുവരെ നമ്മൾ എന്താ ഏതാന്നൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, എഡിറ്റിങ്ങിൽ കട്ട് ചെയ്ത് പോവാത്തൊരു സാധനമാണ്, മേജർ സാധനമാണ്. അവൻ ഓക്കെ. അപ്പൊ അത് ഞങ്ങൾ ഒരു 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സാധനമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ ആഫ്റ്റർ വെരി ലോങ് ടൈം ഒരു മൂവി കണ്ടിട്ട്, നമുക്ക് സാധാരണ കോൾസ് വരുന്നതിന്റെ ഒരു നമ്പർ ഓഫ് കോൾസ് ഉണ്ടല്ലോ, ഒരു യൂഷ്വൽ കോൾസിനേക്കാൾ ഒരുപാട് കോളുകളും സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള ഒരു അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയ ഒരു ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് വാവ്, അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അതും ചുമ്മാ ഒരു സീനാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചുമ്മാ ചെയ്തു പോകുന്ന ഒരു സീനല്ല. അതിനകത്ത് എല്ലാം ഉണ്ട്. നിവിൻ പോളി ഇപ്പൊ ആ ഒരു പൂജാരി എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലോട്ട് വരികയും അവിടുന്ന് ഈ കഥ ഫുള്ളായിട്ട് തിരിയുന്ന ഒരു ഇതാണ്. ചേച്ചിക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നുള്ളതാണ്. എഡിറ്റിംഗിന്റെ സമയത്ത് അഖിൽ തന്നെ ആയിരുന്നല്ലോ അതിന്റെ എഡിറ്റിംഗിന്റെ. അപ്പം ഇതുപോലെ എനിക്കൊരു വോയിസ് നോട്ട് അയച്ചു, ചേച്ചി അത് ഞാൻ വിചാരിച്ച പോലെ വന്നിട്ടുണ്ട് ചേച്ചി ചെയ്തപ്പോ. നമുക്ക് അതാണല്ലോ വേണ്ടത്. ഒരു സംവിധായകൻ, എഴുത്തുകാരൻ എന്താണോ ഒരു കഥാപാത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, അത് ആ ആർട്ടിസ്റ്റിന് കൊടുക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ അതിലും വേറൊരു അപ്രിസിയേഷൻ നമുക്ക് ഇല്ലല്ലോ. സോ അവിടെ തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാനും ചോദിച്ചോട്ടെ, ഇപ്പൊ സത്യൻ സാറിന്റെ കൂടെ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് മൂവീസ് ആണ്. നമ്മള് മനസ്സിനക്കരയാണെന്ന് തോന്നുന്നു ആദ്യത്തെ മലയാളം മൂവി അല്ലെ, അത് സത്യൻ അങ്കിൾ സാറിന്റെ മൂവിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോ അഖിൽ സത്യന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇവര് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ ഡിഫറൻസസ് ഉണ്ടോ? വർക്ക് 2 തലമുറയാണ്, അച്ഛൻ മകനാണ്. എങ്ങനെയാണ് വർക്ക് ചെയ്തപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്? അന്തിക്കാട് മൂവീസിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം അവിടെ എത്തുമ്പോൾ ആ വലിപ്പ ചെറുപ്പങ്ങളില്ല, എല്ലാം ഭയങ്കര ജോവിയലാണ്. ഒരു പ്രഷർഡ് അറ്റ്മോസ്ഫിയറിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിമിലാരിറ്റിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അഖിലിന്റെ സൗണ്ടും രൂപമൊക്കെ കാണുമ്പോൾ നമുക്ക് സാറിനെയാണോ അതിൽ കാണുന്നത്. സോ ആ ഒരു സിമിലാരിറ്റി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ജനറേഷൻ മാറുമ്പോൾ ഉണ്ടാവുന്ന
ചില ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. നമ്മൾ അങ്ങനെയുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ടെക്നിക്കാലിറ്റീസ് ഒരുപാട് മാറി. അത് മാറുമല്ലോ, കാരണം കാലം മാറുന്നതനുസരിച്ച് മാറുന്നതിന്റെ ഒരു ഡിഫറൻസ്. അതർവൈസ് എനിക്ക് ആ ഒരു ഫാമിലി സ്ഥാനത്തിൽ പോയി വർക്ക് ചെയ്ത ഫീൽ ആയിരുന്നു. ഇപ്പോ ചേച്ചിയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എന്നെ പോലെ ഇങ്ങനെ ആങ്കറിംഗ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സീരിയലിലോട്ട് വരുന്നു. ഇപ്പൊ 90s കിഡ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീരിയലാണ്. നമ്മളൊക്കെ സ്കൂൾ കഴിഞ്ഞിട്ടാന്ന് വെച്ചാൽ LKG UKG ഒക്കെ പഠിക്കണം. ആ ഒരു ടൈമില് സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അതെ അതെ കറക്റ്റ് നമ്മൾ തിരിച്ചു വരുമ്പോ വീട്ടിലത് പ്ലേ ആവും. ഓക്കെ, അവിടെ തൊട്ട് നമ്മൾ ചേച്ചിയെ കാണുകയാണെന്നുള്ളതാണ്. അപ്പോ അതൊരു ഒരു എപ്പിക് അല്ലാന്നുണ്ടെങ്കിൽ മലയാള സീരിയൽ ഇൻഡസ്ട്രിയിലെ ഒരു മൈൽ സ്റ്റോൺ തന്നെ ആയിരുന്നു ആ ഒരു സീരിയൽ എന്ന് പറയുന്നത്. ഒരുപാട് നാള് പോവുകയും അതുപോലെ ഒരുപാട് പ്രേക്ഷകരുടെ എന്താ പറയാ അംഗീകാരവും അല്ലെ ഇഷ്ടവും ഒക്കെ നേടിയ ഒരു സീരിയൽ ആയിരുന്നു. സോ എങ്ങനെയാണ് ആങ്കറിംഗിൽ നിന്ന് ഫസ്റ്റ് സീരിയലിലോട്ട് വരുന്നത്? ആക്ച്വലി ജ്വാലയായി എന്റെ സെക്കൻഡ് സീരിയലാണ്. ഞാൻ ആദ്യം ചെയ്തത് അസൂയപ്പൂക്കൾ എന്നാണ്, പക്ഷെ ടെലികാസ്റ്റ് ചെയ്തത് ജ്വാലയായിരുന്നു ഫസ്റ്റ് ടൈം. ഞാൻ എന്റെ സ്ക്രീനിൽ ആദ്യമായിട്ട് കണ്ടത് ഒരു സീരിയലിൽ കണ്ടത് ജ്വാലയാണ്, പക്ഷെ അഭിനയിച്ചത് അസൂയപ്പൂക്കളാണ്. എന്നെ ജ്വാലയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് RP ശ്രീകുമാറാണ്, അനില ശ്രീകുമാറിന്റെ ഹസ്ബൻഡ്. അപ്പൊ എന്റെ ഫസ്റ്റ് സീരിയലിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ചേട്ടനായിരുന്നു. അപ്പൊ കാസ്റ്റിംഗ് നടക്കുമ്പം അവരാണ് എന്റെ പേര്, അനില ചേച്ചിക്കാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ലക്കായിട്ട് തോന്നി. കാരണം നെടുമുടി വേണുചേട്ടന്റെ മകളായിട്ടും പിന്നെ കൂടെയുള്ളത് എല്ലാം സീനിയർ ആർട്ടിസ്റ്റുകളാണ്. അതിൽ എനിക്കൊന്നും ഒരു ന്യൂബി ആയിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു എന്ന എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അതൊക്കെ എൻ്റെ ഒരു ഇനീഷ്യൽ കരിയർ സ്റ്റേജിൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. കാരണം നമുക്ക് പറഞ്ഞു തരാൻ ഒരുപാട് സീനിയേഴ്സ് ആൾക്കാരും ഒക്കെ ആയിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. അത് കഴിഞ്ഞിട്ട് എവിടെന്താണ് സത്യങ്ങൾ അല്ലെങ്കിൽ സത്യൻ സാർ താങ്കളെ കണ്ടെത്തുന്നത്? ഞാൻ അറിഞ്ഞിടത്തോളം ഏഷ്യാനെറ്റിലെ സ്വപ്നം എന്ന് പറഞ്ഞ KK രാജീവിന്റെ സീരിയല് സാറ് കാണുമായിരുന്നു. അപ്പം രാജീവേട്ടൻ KK രാജീവിന്റെ സീരിയലിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും, ഒരു പെർഫോം ചെയ്യാനുള്ള സ്പേസ്, ഡെപ്ത് ഉണ്ടാവും എന്നുള്ള. അപ്പൊ എൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ പക്ക നെഗറ്റീവ് സുജാത എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സാർ അത് കണ്ടിട്ട് അതെ 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 അപ്പൊ അതില് സനുഷേനെ പീഡിപ്പിക്കുന്ന രണ്ടാം അമ്മയായിട്ടാണ് ഞാൻ അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെ ഗിരീഷ് കുമാർ സ്ക്രിപ്റ്റ് റൈറ്റർ, KK രാജീവ്, അപ്പൊ ഇവരുടെ ത്രൂ ആണ് എനിക്ക് സാറ് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി അതിന് മുന്നേ കുറച്ച് സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കംഫർട്ട് സോൺ വിട്ടു പോകാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം സീരിയൽ എന്ന് പറയുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ പോയിട്ട് നമുക്ക് വൈകുന്നേരം വീട്ടിൽ വരാം. സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കണമല്ലോ. പിന്നെ അതിന്റെ കുറെ ആയിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു സിനിമ. പക്ഷെ സത്യൻ അന്തിക്കാട് പോലത്തെ ഒരാളുടെ അവിടെ നിന്ന് ഒരു വിളി വരുമ്പോൾ നമുക്കത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട്, അങ്ങനെ ഫിലിം കരിയർ സ്റ്റാർട്ട് ചെയ്തു. അത് കല്യാണം കഴിഞ്ഞ് മൂത്ത മോനായതിനു ശേഷമാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. മനസ്സിനൊക്കെ ചെയ്യുമ്പോൾ കല്യാണം കഴിഞ്ഞു മോനുമായി. ഈ ചേച്ചിയുടെ കരിയർ എടുക്കുമ്പോഴുണ്ട് കുറെ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ. വളരെ സീനിയർ ആയിട്ടുള്ള അതിപ്പോ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആക്ടേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇവരുടെ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു പുതിയൊരു ഫ്രഷർ ആയിട്ട് മൂവിയിലോട്ട് വരുന്നു. അപ്പോൾ സീരിയൽ ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ്, പക്ഷെ മൂവിയിലോട്ട് വരുമ്പോൾ അത് വേറെ തന്നെ ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചേച്ചി എന്നുള്ളൊരു ആർട്ടിസ്റ്റിലും ചേച്ചി എന്നുള്ളൊരു പേഴ്സണിലും ഇവരുടെ ഒക്കെ ഇൻഫ്ലുവൻസ് കാരണം എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ആദ്യം വേണ്ടത് ഒബ്സർവേഷൻ എന്ന് പറയുന്നതാണ്. ഓരോ ആളിൽ നിന്നും നമുക്ക് ഓരോന്ന് പഠിക്കാനുണ്ടാവുന്നുള്ളതാണ്. പക്ഷെ എനിക്കൊന്ന് തുടക്കത്തിലൊക്കെ ഞാൻ അത്ര വലിയൊരു ഒബ്സർവ്ഡ് പേഴ്സൺ അല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ കുറച്ച് കാര്യങ്ങൾക്ക് അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണെന്നൊക്കെ ഒരു തിരിച്ചറിവുണ്ടാവുന്നു. എനിക്ക് ഇപ്പോഴാ പക്വത വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും കുറെ പഠിക്കുന്നുള്ള കാര്യമില്ലേ. ചില ആൾക്കാരുടെ പഞ്ച്വാലിറ്റി ആയിരിക്കാം, ചില ആൾക്കാരുടെ ടൈമിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആർട്ടിസ്റ്റുകൾ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരിക്കാം, ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതായിരിക്കാം. അങ്ങനെ ഓരോ ആളിൽ നിന്നും നമ്മൾ അറിയാതെ തന്നെ പലതും പഠിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ പേഴ്സൺ എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്തു എന്ന സെൻസ് നമുക്ക് നെഗറ്റീവായിട്ടും പറയാം. എങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല എന്ന് പോലും ചില ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ നമ്മളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാൻ നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്.
ഇതിനൊരു ബാലൻസ് ഇല്ലേ ചേച്ചി ഞാൻ ചോദിക്കുന്നത്? അതായത് ഒരു ആർട്ടിസ്റ്റ് ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നു. ഇപ്പോ ചില ആൾക്കാർ പറയും നമ്മളൊരു സ്റ്റാറി ടാൻട്രം കാണിച്ചാലേ നമ്മളൊരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ചെയ്യുള്ളൂ എന്ന് പറയും. ചില ആൾക്കാർ പറയും നമ്മൾ എത്രത്തോളം വലുതാവുന്നു അത്രത്തോളം ഹമ്പിൾ ആവും തോറും നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ ആൾക്കാർക്ക് എളുപ്പമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാൻ ആൾക്കാർക്ക് കുറച്ചുകൂടെ തോന്നും. അതായത് ഓക്കെ ഇന്ന ആർട്ടിസ്റ്റ് വളരെ ഹമ്പിൾ ആണ്, ഈസി ടു വർക്ക് വിത്ത്, സോ വിളിക്കാം എന്നുള്ളത്. ഇത് നമ്മളൊരു ബാലൻസ് വേണ്ടേ? ഇതിൽ എവിടെയാ ചേച്ചി നിൽക്കുന്നത് ആക്ച്വലി? എനിക്ക് തോന്നുന്നു കുറച്ച് ഈസി ടു ഗോ കാറ്റഗറിയിലാണ്. ഈ പറയുന്നതിൽ 2 തരമുണ്ട് കേട്ടോ. പലപ്പോഴും നമുക്ക് തോന്നുന്നത് കുറച്ച് ടാൻട്രം കാണിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടുമായിരിക്കാം. പക്ഷെ ഒരു ഗുഡ് ബുക്സ് നമ്മൾ ആരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പറയില്ലേ, നമ്മുടെ കൂടെ ജോലി ചെയ്യാൻ വരുന്ന ഒരു ലൈറ്റ് ബോയ് ആയാലും മേക്കപ്പ് അസിസ്റ്റന്റ് ആണെങ്കിലും പ്രൊഡക്ഷനിലാണെങ്കിലും അവരവരുടെ ജോലി ചെയ്യാനാണ് വരുന്നത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാം, പക്ഷെ ഇൻ എ റെസ്പെക്ട്ഫുൾ വേ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. നമ്മൾ പീപ്പിൾ പ്ലീസറായിട്ട് നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് അവതരിപ്പിക്കുന്നതിന് ഒരു രീതിയുണ്ട്. നമ്മൾ ചില ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുണ്ട്, അവര് വന്നിട്ട് കാണിക്കുന്ന ചില ടാൻട്രംസ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഒരിക്കും എന്തിനാ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ, പക്ഷെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. പിന്നെ ഈ ഷോബിസിൽ ഈ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ദാർ ഇസ് എ ടൈം ലൈൻ അല്ലേ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ ആരും ഓർക്കണം എന്നില്ല, പക്ഷെ നിങ്ങളെ ഓർക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ വ്യക്തിയെ ആ ഒരു മൂമെന്റിൽ എങ്ങനെ ഫീൽ ചെയ്യിച്ചു എന്ന് മാത്രമേ ഓർക്കുള്ളൂ. സോ ബി ഗുഡ് ടു അതേഴ്സ്. ചേച്ചി ഒരുപാടധികം ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ പേര് പറയുമ്പോൾ ചേച്ചിക്ക് മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഇൻസിഡന്റ് എന്താന്നുള്ളത് പറയണം. ആദ്യത്തെ ആള് ചേച്ചിയുടെ ആദ്യത്തെ സിനിമയിൽ ഉണ്ടായിരുന്ന ഷീലാമ്മ. അതെ, ഷീലാമ്മ ഷീസ് എ ഫൺ പേഴ്സണാലിറ്റി. അതില് ഷീലാമ്മ ഞാൻ ആദ്യമായിട്ട് ഒന്നാമത് ഫസ്റ്റ് വർക്കാണ്. അപ്പൊ ഷീലാമ്മയെ ഫസ്റ്റ് കണ്ടപ്പോ ഞാന് ആന്റി എന്ന് വിളിച്ചു. ആന്റി എന്ന് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു ആന്റി എന്ന് കൂപ്പിടാതെ. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അയ്യോ കോൾ മീ ഷീല ഓർ ഷീലാമ്മ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നമ്മൾ കുറച്ചൊരു ഡിഫറെന്റ്, കാരണം അവർ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയല്ലേ. അപ്പൊ ഒരു ദിവസം രാവിലെ ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ ടിവിയില് ഏതൊരു ചാനലില് ഷീലാമ്മയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. ആ എല്ലാ ഇന്റർവ്യൂസിലും അവര് ഭയങ്കര അണിഞ്ഞൊരുങ്ങി നല്ല ഭംഗിയായിട്ടല്ലേ. ഇതില് വൈറ്റ് ആൻഡ് വൈറ്റ് അല്ലേ. അപ്പൊ ഞാൻ നോക്കുമ്പോ നല്ല ജ്വല്ലറി പീസ്. എനിക്ക് ആരെങ്കിലും ഒക്കെ ഒരുങ്ങി നിന്ന് കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഭംഗിയാന്നറിയോ, എന്ത് ഭംഗിയാ, ഭയങ്കര രസമാണ്. അപ്പൊ എനിക്ക് ആ നെക്ക് പീസും അതിന്റെ കോമ്പിനേഷനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ചെന്ന് പറഞ്ഞു, ഷീലാമ്മ ഞാൻ ഇന്ന് രാവിലെ ഒരു ഇന്റർവ്യൂ റിപ്പീറ്റ് കണ്ടായിരുന്നു, ഇന്നെന്ന കാര്യം. പിന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനി. പിന്നെ സാറ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം ഈ പറഞ്ഞല്ലേ ഈ ചട്ടയും കൊണ്ടൊന്ന് കളറാക്കാൻ പറ്റുമോ, അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നവര് ഈ ഒരു വൈറ്റ് ആൻഡ് വൈറ്റില് കുറെ ദിവസം അഭിനയിച്ചപ്പോഴേക്കില് അവർക്കത് ബോറടിച്ചു എന്ന് തോന്നുന്നു. അതാണ് ഷീലാമ്മയുടെ എക്സ്പീരിയൻസ്. ഇത് അടുത്തത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എന്നെ ഏത് ഉറക്കത്തിനും വിളിച്ചു ചോദിച്ച് എന്താ പറയാ ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റിന്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ ഞാൻ പറയുന്ന ആളാണ് ഉർവശി ചേച്ചി. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ അതൊക്കെ കരുതുന്നത്. കാരണം ഇവരോടൊക്കെ കൂടെ അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഞാൻ അച്ഛൻ്റെ അമ്മയിലാണല്ലോ എനിക്ക് കോമ്പിനേഷൻ കിട്ടിയത്. അപ്പൊ എന്നോട് ചില സംസാരിക്കുമ്പോൾ എന്നോട് പറയും കൽപ്പന ചേച്ചിയുടെ എന്തൊക്കെയോ, ഞാനും കൽപ്പന ചേച്ചി ഒരു നക്ഷത്രം, അത് ഉർവശി ചേച്ചി, അങ്ങനെ എന്തോ സംഭവം ഉണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്കിങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ തരുമായിരുന്നു. നമ്മൾ ഇന്നെന്ന കാര്യങ്ങൾ ഇങ്ങനെ നോക്കണം മോളെ, കുറച്ച് നമ്മൾ നമുക്ക് വേണ്ടി നിൽക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ സ്വീറ്റ് ആയിട്ടുള്ള കുറേ ഉപദേശങ്ങൾ എനിക്ക് ആ സമയത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അവരൊരു പവർ ഹൗസ് ആണല്ലോ, നമുക്ക് എന്തെല്ലാം എന്തെല്ലാം ക്യാരക്ടേഴ്സ് ആണ് അവർ ചെയ്തിരിക്കുന്നത്, അതിനൊന്നും പകരം വെക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ്. അന്ന് അവർക്കൊക്കെ കിട്ടിയ അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഇന്ന് ആർക്കും കിട്ടുന്നില്ല എന്നുള്ളതല്ലേ. അതൊന്നും പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒന്നിനൊന്ന് മികച്ച സാധനങ്ങളൊക്കെയാണ്. സോ മൈ ഓൾ ടൈം ഫേവറേറ്റ് മീര ജാസ്മിൻ. ഈ പറഞ്ഞ പോലെ ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പം വിനോദയാത്രയില് ഒക്കത്തിരിക്കുന്ന കുഞ്ഞ് എന്റെ രണ്ടാമത്തെ കുഞ്ഞാ, ഒറിജിനൽ കൊച്ചാ. കാരണം ആ സിനിമയിൽ ഒരു കുട്ടിയുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു എന്തായാലും കുട്ടിയും ഒക്കെ ആയിട്ടാണല്ലോ ഞാൻ ലൊക്കേഷനിൽ വരുന്നത്, അപ്പൊ നമുക്ക് മോനെ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞു. അതെനിക്കൊരു ടാസ്ക് ആയിരുന്നു. കാരണം വല്ലവരുടെ വെച്ചാണെങ്കിൽ ഞാൻ വലിയ ബോധർ ചെയ്യേണ്ട കാര്യം. എന്റെ രണ്ടാമത്തെ മോനാണ് ഒക്കത്തിരിക്കുന്ന ഒറിജിനൽ കുഞ്ഞ്. അപ്പൊ ആ സമയത്ത് മീരയുടെ അസിസ്റ്റന്റിന്റെ ജോലിയായിരുന്നു ഷോർട്ട് കഴിയുമ്പോ ഇവനെയും കൊണ്ട്, കുഞ്ഞാണല്ലോ, അപ്പൊ ഈ പറഞ്ഞ എടുത്തോണ്ട് നടക്കുക,
അപ്പൊ ഒരു ദിവസം വൈകുന്നേരം മീരയുടെ അസിസ്റ്റന്റ് കൊണ്ടുവന്നു, പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു അന്ന്. അപ്പൊ കൊണ്ടുവന്ന് കുറച്ച് ഉപ്പ് പൊതിഞ്ഞു കൊണ്ട് തന്നിട്ട് പറഞ്ഞു, മീര പറഞ്ഞു ഉപ്പ് കുട്ടീനെ ഒന്ന് ഉഴിഞ്ഞിട്ട് ചോദിക്കുമ്പോ എന്റെ മെമ്മറിയിൽ വന്നൊരു സാധനം ഞാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എല്ലാരും എടുത്ത് നടക്കുന്നതല്ലേ, അപ്പൊ ഭയങ്കര കരച്ചിലും ചെറിയ പനി പോലെ, അപ്പൊ ഒന്ന് ഒഴിഞ്ഞിട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ ഷി വാസ് വെരി സ്വീറ്റ്. വെരി സ്വീറ്റ് അല്ലേ? ഓക്കേ, അടുത്തത് ലാലേട്ടൻ. The legendary ലാലേട്ടൻ. ലാലേട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താ നമ്മൾ പറയാം, നമുക്ക് എത്ര കണ്ടാലും നമുക്ക് പഠിച്ചു തീരാത്തൊരു പാഠപുസ്തകമാണല്ലോ. അപ്പൊ സാറിന്റെ കൂടെയും ഈ പറഞ്ഞ പോലെ ഒരുപാട് പടങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൽ എന്താ ഇപ്പൊ എടുത്തു പറയാന്നുള്ളതാണ് ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഇൻസിഡന്റ്. ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് എന്ന ലെവലിൽ പറയാന്ന് വെച്ചാൽ ഷിക്കാർ എന്ന് പറഞ്ഞ മൂവിയിൽ എനിക്കൊരു 10-25 ദിവസത്തെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 5-6 ദിവസം ഫൈറ്റ് സീക്വൻസിൽ പോയി. പിന്നെ അപ്പൊ അതിലൊന്നും എനിക്ക് ഡയലോഗ് ഇല്ല, ബാക്ക് ഡ്രോപ്പിൽ നിൽക്കുകയാണ്. പിന്നുള്ള ഒരു 5 ദിവസം പാട്ടിൽ പോയി, നോ ഡയലോഗ്സ്. 10 ദിവസം നമ്മള് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അവിടുന്ന് ഡയറക്ടറോടും സ്ക്രിപ്റ്റ് റൈറ്ററോടും ചോദിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിലെ സീക്വൻസ് വരുമ്പോഴാണ് വരുന്നതെന്ന്. അപ്പം അന്ന് വൈകുന്നേരം ഉത്സവം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന എന്തോ ഒരു സീനാണ്. അപ്പൊ അതിൽ എന്റെ കഥാപാത്രത്തിന് ഡയലോഗ് ഉണ്ട്. അപ്പൊ ഒരു 10-15 ദിവസം ഞാൻ ഒരു ഡയലോഗ് പോലും ഉരിയാടാതെ ഇരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് ഡയലോഗ് ഉണ്ട് കേട്ടോ, ചെലവുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വന്നു, പപ്പേട്ടൻ ഡയറക്ടർ പത്മകുമാറും ലാലേട്ടൻ കൂടി സീൻ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു, അല്ല പപ്പ ഇതിങ്ങനെ വന്നാൽ അത് അങ്ങനെ ആവും, എന്തോ അവരെ തമ്മിലൊരു ഡിസ്കഷൻ നടക്കുന്നു. പിന്നെ സീൻ വരുമ്പം എന്റെ ഡയലോഗ് അതിൽ കട്ടായിരിക്കുകയാണ്. എന്റെ അവസ്ഥയിലേക്ക് എന്റെ ഡയലോഗ് എവിടെ പോയി? അപ്പം നമ്മള് ഇങ്ങനെ ഇരിക്കുന്ന ആള് പെട്ടെന്ന് ഹുന്നാവുമല്ലോ. അപ്പൊ അത് പുള്ളി നോട്ട് ചെയ്തു. അപ്പൊ പുള്ളി പറഞ്ഞിട്ട്, രശ്മി ഈ ഡയലോഗ് നമ്മൾ ഇതിൽ പറഞ്ഞാൽ നമ്മുടെ ക്ലൈമാക്സ് സീനില് അതിനൊരു സംഭവം ഉണ്ട്. കാരണം അവർക്കാണല്ലോ ഫുള്ളായിട്ട് അറിയാം, എനിക്ക് എന്റെ കഥാപാത്രത്തിന്റെ ഇൻവോൾവ്മെന്റ് മാത്രമേ അറിയുള്ളൂ. ആ ഒരു മൈന്യൂട്ട് ചേഞ്ച് പോലും പുള്ളി നോക്കിയിട്ട് അത് എന്നെ ഇൻഫോം ചെയ്തു എന്നുള്ളത്. ഇങ്ങനെ ഇരുന്ന് ഞാൻ പട്ടാ പോയത്. എല്ലാവരോടും അണഞ്ഞു. കാരണം 10-15 ദിവസം ഡയലോഗ് ഇല്ലാതെ ആറ്റ് നോറ്റൊരു ഡയലോഗ് വന്ന ദിവസം. അപ്പോഴേക്കും അത് പോയല്ലോ ഈശ്വര എന്ന് പറയുമ്പോൾ ഉണ്ടായപ്പോ പുള്ളി അത് നോട്ട് ചെയ്ത് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇതാണ് റീസൺ എന്ന് പറഞ്ഞു. അതാണ് പെട്ടെന്ന് എനിക്ക് ചോദിച്ചപ്പോ മനസ്സിലായി. അതൊരു ചെറിയ കാര്യമല്ലല്ലോ ചേച്ചി, അദ്ദേഹത്തെ പോലെ പറയേണ്ട കൺവിൻസ് ഒരു ആവശ്യമില്ല അല്ലേ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സ് മനസ്സിലാക്കുക, അവരുടെ തോന്നുന്നവർ സംസാരിക്കാന്നുള്ളത് വലിയ കാര്യം തന്നെ. അതെ അതെ അതെ. ലാലേട്ടന്റെ പേര് പറഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഓൾവേസ് എ ഫാൻ ഗേൾ. അതെ, കാരണം ജ്വാല എന്ന് പറയുന്ന സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തത് മമ്മൂക്കയാണ്. അപ്പം സീരിയലിൽ കൂടെ വന്ന അവരുടെ പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഞാൻ ഫസ്റ്റ് എന്താ പറയാ ഞാൻ എന്നെ സ്ക്രീനിൽ കാണുന്നത്. പിന്നെ മമ്മൂക്ക എന്ന് കണ്ടാലും മമ്മൂക്കയുടെ ഒരു ഹ്യൂമർ സെൻസ് അറിയാലോ, കുറച്ച് ഡാർക്ക് ഹ്യൂമർ പോലെ തന്നെ പറയാം. അപ്പൊ നമുക്ക് തോന്നും വഴക്കാണോ പറയുന്നത് അതോ തമാശയാണോ പറയുന്നതെന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഇഷ്ടംപോലെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തോ പറയുമ്പം പുള്ളി ഇങ്ങനെ ചുമ്മാ ടോണ്ട് ചെയ്തൊരു സാധനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കറുത്ത പക്ഷികൾ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചൂരിദാറിന്റെ ഷോള് വെച്ചിട്ട് ഇങ്ങനെ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെ ആക്കുമ്പം, അതെ നിങ്ങൾ ഈ സീരിയൽ പുള്ളിനെ കളിയാക്കുന്നതാ, സീരിയൽ അഭിനയിക്കുന്നതുകൊണ്ടാണോ ഈ എപ്പ നിങ്ങൾ ആർട്ടിസ്റ്റിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന്. എന്നെ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ മീനയാണ് അതിലത്തെ ഹീറോയിൻ. പുള്ളിക്കാരി ഇരുന്നിട്ട് പുള്ളിക്കാരിയുടെ ഷോൾ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നു. ഞാൻ പറഞ്ഞ മമ്മൂക്ക അപ്പൊ അതോന്ന് പറഞ്ഞു. കാരണം പുള്ളിക്കാരി ഫിലിം ആക്ട്രസ് ആണല്ലോ. അതെ, ഇപ്പൊ തമിഴില് കുറെ സീരിയൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ പഠിച്ചായിരിക്കും. അപ്പൊ ഞാൻ പൂച്ച നിന്നാലും 4 കാലിലേ വീഴൂ. അപ്പൊ ഈ പിന്നെ മനസ്സിലാവുന്നത് ആ ഹ്യൂമർ സെൻസ് നമുക്ക് പേടിയാണ്. അത് എന്താ പറയാ, ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആണല്ലോ അല്ലെങ്കിൽ മെഗാ സ്റ്റാർ ആണല്ലോ എന്നൊരു പേടി നമ്മുടെ മനസ്സിൽ പുള്ളി എല്ലാരും പറയുന്നത് ഭയങ്കര ചൂടനാണ്. പക്ഷെ നമ്മൾ അടുക്കുന്നോറും നമുക്കത് മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നു മമ്മൂക്കനെ ആസ് എൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആക്ടർ നമുക്ക് പണ്ടേ അറിയാം അദ്ദേഹത്തിന്റെ കാലിബറും ടാലന്റും എന്താണെന്നുള്ളത്. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്കും പ്രേക്ഷകർക്കും മനസ്സിലാവാൻ കുറേ വർഷം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മമ്മൂക്ക ഹ്യൂമർ സെൻസ്. അതെ അതെ അതെ, നമുക്ക് ചിലപ്പോ ഇത് വഴക്കാണോ തമാശയാണോ മനസ്സിലാവും. അതെ അതെ അതെ, പുള്ളിക്കാരൻ ഇപ്പൊ ഇറങ്ങുന്ന പടങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ? അതാണ് പറയുന്നത്, സെലക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നുള്ളതാണ്. ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെപ്പോഴും നമ്മുടെ ഇപ്പൊ ആക്ടേഴ്സ് കുറച്ചുകൂടി പ്രേക്ഷകരിലോട്ട് അടുക്കുന്നത് അവർ ആ സ്റ്റാർഡം എന്ന് പറഞ്ഞൊരു സാധനം മാറ്റി വെച്ചിട്ട് ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് ഒന്ന് ഇറങ്ങി വരുന്ന ഒരു മൊമെന്റ് ആണ് നമുക്കും നല്ല സിനിമകൾ കിട്ടുക, പെർഫോമൻസ് കാണാൻ പറ്റുക എന്നുള്ളത് അല്ലേ? അതെ, മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. ഓരോ ജനറേഷൻ ടു ജനറേഷൻ ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. അതെ അതെ അതെ, സൂപ്പർ. ഫൈനലി സത്യൻ അന്തിക്കാട്
എന്താ പറയണ്ടേ, എന്റെ ഗുരു. ഇപ്പം ഈ ഇന്റർവ്യൂവിന് ഞാൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു കാരണക്കാരൻ എന്ന് പറയുന്ന സാറാണ്. സാറ് സിനിമയിലേക്ക് ഒരു വിളിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനൊരു സിനിമ ആർട്ടിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ സിനിമകൾ ചെയ്യുന്നില്ല എന്ന് കരുതിയിരുന്ന ഒരാളാണ്. പിന്നെ സാറിൽ നിന്നും പഠിച്ച കുറേ പാഠങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ ഒരു സെറ്റിൽ പെരുമാറണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ഏറ്റവും ലെജൻഡറി ആയിട്ട് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പെരുമാറ്റമല്ലേ നമ്മൾ നോക്കുക. അപ്പം അങ്ങനെ തന്നെ ഒരുപാട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്ന് ഈ പറയുന്ന പോലെ ആ സമയത്തൊക്കെ ഓരോ വർക്കുകളൊക്കെ, കാരണം എനിക്ക് അറിയില്ല സിനിമയിൽ അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ഇരുന്ന് ബോധർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്, അങ്ങനെ ഞാൻ ശരിക്കും ബോധർ ചെയ്തിട്ടുണ്ട്. അത് തിരിച്ച് വളരെ സ്നേഹപൂർവ്വമാണ്. അങ്ങനെ കുട്ടി അതിങ്ങനെയാണ്, അത് ഇന്ന ആൾക്കാരുടെ വർക്കാണ്, അപ്പൊ അത് ചെയ്തോളൂ, അത് ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ പരിചിതമാവുമല്ലോ. പിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ എനിക്കൊന്ന് ഒരു 3-4 ദിവസം മുന്നേ സാറ് മറ്റേ മാതൃഭൂമിയുടെ ഇതിന് ട്രിവാൻഡ്രത്ത് വന്നപ്പോഴാണ് വർഷങ്ങൾക്ക് ഇപ്പുറം സാറിനെ കണ്ടത് എന്നുള്ളതാണ്. ഇപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നതെന്നുള്ളൊരു എന്താ പറയണ്ട ഒരു ഗ്യാപ്പ് ഒന്നുമില്ലല്ലോ. So I was very happy meeting him. Super. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അടുത്തൊരു സെഗ്മെന്റിലേക്ക് ഞാൻ ചേച്ചിനെ കൊണ്ടുപോവാണേ. ഇത് ചേച്ചിയുടെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ചേച്ചി ഇത്രയും ആക്ടേഴ്സിനൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ചേച്ചിക്ക് മനസ്സിൽ ഈ ഒരു എന്റെ ഒരു ഡ്രീം ആക്ടറാണ് ടു വർക്ക് വിത്ത്, ഈ ആളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരുപാട് പേരുണ്ട് കൂടെ വർക്ക് ചെയ്യണം എന്ന് തോന്നിയത്. എന്റെ ഏറ്റവും വലിയൊരു വൺ ഓഫ് ദ ആഗ്രഹം നിന്ന് അമിതാഭ് ബച്ചന്റെ കൂടെ എനിക്ക് എന്തെങ്കിലും ഒരു സീനോ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി. സൗത്ത് ഇന്ത്യക്കാർക്ക് അമിതാഭ് ബച്ചൻ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു അതൊരു ആഗ്രഹമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ സമയത്ത് അല്ലു അർജുൻ ഫാനാണ് ഞാൻ. പിന്നെയാണ് അറിഞ്ഞത് ജിസ് ജോയി ആണ് ആ ശബ്ദം. ഞാൻ ആ ശബ്ദത്തിന്റെ ആരാധികയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലു അർജുന്റെ ഒക്കെ അമ്മയോ ചേച്ചിയൊക്കെ ആയിട്ട് വിളിച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് പോയി അഭിനയിക്കും. ഫ്രീ ആയിട്ടല്ല കേട്ടോ, ഞാൻ കാശ് ഇനി ഇത് പറഞ്ഞിട്ട് അങ്ങനെ വരരുതല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചേച്ചിനെ അപ്രോച്ച് ചെയ്യുമ്പോ ഇപ്പൊ സാലറിയുടെ കാര്യം പറയുക, ഇങ്ങനെ രശ്മി നമുക്ക് കുറച്ച് ബഡ്ജറ്റിന്റെ ഇഷ്യൂ ഉണ്ട്, രശ്മി അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ അല്ലെ, എന്തും പറയുന്ന കോൾസ് ചേച്ചി അതെങ്ങനെ ഡീൽ ചെയ്യാം? എനിക്ക് പൊതുവെ വരുന്നൊക്കെ അങ്ങനത്തെ തന്നെയാണ്. ബഡ്ജറ്റ് കുറവാണ്. പിന്നെ ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമുക്കൊരു പെർഫോമിംഗ് സ്പേസ് കിട്ടുക എന്നുള്ളതാണല്ലോ. പക്ഷെ അതിന്റെ കൂടെ തീർച്ചയായിട്ടും എന്റെ ബ്രെഡും ബട്ടറും ജാമും എല്ലാം ഇതാണ്. സോ ഒരു ബേസ് ഫെയർ വേണമല്ലോ. ഇല്ല, എത്രയൊക്കെ നമുക്കിപ്പോ ചിലപ്പോ ചില ക്യാരക്ടേഴ്സ് വരും, നമുക്ക് ബഡ്ജറ്റ് കുറവായിരിക്കും, പക്ഷെ നമുക്കത് ചെയ്തേ മതിയാവും. മനസ്സിന് സന്തോഷം തരുന്ന സാധനമാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു ഫിനാൻഷ്യൽ കോംപ്രമൈസ് എന്തായാലും അവിടെ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും. അടുത്തത് ഡ്രീം ഡയറക്ടർ യു വാണ്ട് ടു വർക്ക് വിത്ത്? മണിരത്നം. ലെജൻഡ്. കാരണം എനിക്ക് തോന്നുന്നു എവരി ആർട്ടിസ്റ്റിന്റെ ഡ്രീം തന്നെയാണ്. പുള്ളിക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം പറയാൻ പറഞ്ഞാൽ ഒന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചമല്ലേ അല്ലേ? അങ്ങനെ ഒരു പെർട്ടിക്കുലർ സാധനം എന്ന് പറയാൻ ഇല്ല. മജീഷ്യനാണ് അദ്ദേഹം. ഓക്കെ, ഒരു ഫിലിം ദാറ്റ് യു മിസ്ഡ്, അതായത് താങ്കൾക്ക് ഓപ്പർച്യൂണിറ്റി വന്നു പക്ഷെ ചില റീസൺസ് കാരണം അത് എടുക്കാൻ പറ്റില്ല, അത് മിസ് ചെയ്തു എന്ന് തോന്നുന്ന ഒരു പടം? അയ്യോ ഞാനത് മിസ് ചെയ്തല്ലോ, അത് അന്നേ ചെയ്യാനായിരുന്നു, ആ ഒരു ഓഫർ എടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു കാരണം ഞാൻ പറഞ്ഞില്ല, സിനിമയിൽ എനിക്ക് അങ്ങനെ വലിയൊരു ഭീകര സാധനങ്ങളൊന്നും വന്നിട്ടില്ല. അയ്യോ മിസ്സായി പോയല്ലോ എന്ന് തോന്നുന്നു. എന്നാലും ചേച്ചി എടുക്കാത്ത ഏതെങ്കിലും അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ? എടുക്കാത്ത കുറെ സാധനമുണ്ട്, പക്ഷെ അത് കണ്ടപ്പോഴും കുഴപ്പമില്ല, അങ്ങനെയൊന്നും അയ്യോ മിസ് ചെയ്തു എന്ന സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഫിലിം ദാറ്റ് യു വാണ്ട് ടു ബി എ പാർട്ട് ഓഫ്, അതായത് സിനിമ നമ്മൾ കാണുമ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ അയ്യോ എനിക്ക് ഈ റോള് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറെ സാധനങ്ങളൊക്കെ റീസെന്റ് കണ്ടതിൽ ഏതെങ്കിലും ഒരെണ്ണം പറയാൻ പറഞ്ഞ? ബ്രെയിൻ ഫോഗ് അടിച്ചള. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ പടയപ്പയിലെ നീലാംബരിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതുപോലത്തെ സാധനമൊക്കെ കാണുമ്പോൾ വിളിക്കും ഇതുപോലത്തെ ഒരെണ്ണം സ്ട്രോങ് ഒരു സാധനം. ഞാൻ പറയാം ഭയങ്കര മറ്റേ നന്മമറിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ ഒരു കിടിലൻ സാധനം ചെയ്തു കഴിഞ്ഞാൽ ഒരു സാധനം അതിപ്പോഴും നമ്മൾ ഇൻസ്റ്റയിൽ ഓരോ റീലൊക്കെ കാണുമ്പോൾ ഷീ സോ ബ്ലെസ്ഡ്. അതുപോലത്തെ ഒരു സാധനം നമ്മളെ തേടി വന്ന പൊളിയാണല്ലേ എന്ന് തോന്നുന്നു. അത് നമ്മൾ പെട്ടെന്ന് ചേച്ചിയിൽ നിന്ന് എക്സ്പെക്ടും ചെയ്യത്തില്ല, കാരണം നമ്മൾ കണ്ടുവരുന്ന ചേച്ചിയുടെ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊരു സാധനം, അത് ഫ്രഷ് ആയിരിക്കും. ഡയറക്ടേഴ്സ് ഫ്രഷ് ആയിരിക്കും കേട്ടോ, നമ്മളെല്ലാം ചെയ്യും എന്നുള്ള. ഫേവറേറ്റ് കോസ്റ്റർ, ഇത്രയും നാള് വർക്ക് ചെയ്തതിൽ ഏറ്റവും ഫേവറേറ്റ് കോസ്റ്റർ, ചേച്ചിക്ക് മാനസികമായിട്ടും ഒക്കെ ഒരു അടുപ്പം തോന്നിയ ഒരാളായിരിക്കാം, ചേച്ചിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരാളായിരിക്കാം, വളരെ പോസിറ്റീവായിട്ടൊരു മനുഷ്യനായിരിക്കാം. അല്ല എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും നമുക്കൊരു പേഴ്സണൽ ഒരു ഫേവറേറ്റ് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഓൾവേസ് മമ്മൂക്ക. ഓൾവേസ് മമ്മൂക്ക.
മമ്മൂക്ക അങ്ങനെ തന്നെയാണ്. അത് അവിടെ നിന്ന് ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ഇല്ല. കാരണം ലെജൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ മുമ്പിലുള്ള 2 പാഠപുസ്തകങ്ങളാണ് മമ്മൂക്കയും മോഹൻലാൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റിസം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. അത് മമ്മൂക്ക. ഓക്കെ. അപ്പൊ ചേച്ചി അടുത്തത് ഒരു യെസ് ഓർ നോ സെഗ്മെന്റ് ആണ്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ചേച്ചിക്ക് അത് നടന്നിട്ടുള്ള കാര്യമാണെങ്കിൽ യെസ് ഇല്ലെങ്കിൽ നോ. അതിനാണ് നേരത്തെ നോ പറയാൻ പഠിച്ചോന്ന് ചോദിച്ചതിന്റെ അടുത്ത്. അതെ. ഇവിടെ നോ പറയാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഓക്കെ. ഡിപ്ലോമസി വേണ്ട, നമുക്ക് സത്യം പിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കുറെ പേർ പാര വെച്ചിട്ടുള്ള പ്രണയമായിരുന്നു എന്റേത്. ആണോ? എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് 1-2 പേര് അതേ ആൾക്കാർ തന്നെ കല്യാണം കഴിഞ്ഞപ്പോ എന്ത് ചേർച്ചയാണ് മക്കളെ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മള് ചിലപ്പോ സെൽഫ് ഡൗട്ടും കൺഫ്യൂസ്ഡും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. ഓഫ് കോഴ്സ് എല്ലാവരുടെ ലൈഫിലും അതുപോലെ വരും. ഈ പറയുന്ന പോലുള്ള ചില കാര്യങ്ങൾ നമ്മളെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ് ഓവർകം ചെയ്തേ? അല്ല, ഈ പറയുന്ന പോലെ മാരേജ് എന്ന് പറഞ്ഞ മറ്റേ പൂവിന്റെ തലിന്റെ മുകളിലുള്ള നടക്കൊന്നുമില്ലല്ലോ. അപ്പൊ നല്ല വഴക്കൊക്കെ തോന്നി. ഞാൻ പറയും അവരൊക്കെ പറഞ്ഞത് അങ്ങ് കേട്ടാ മതിയായിരുന്നു. ഓക്കെ. ബോഡി ഷെയിം ചെയ്തുകൊണ്ട് നേരിട്ടുള്ള കുത്തുവാക്കുകൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അതായത് ബോഡി ഷെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുത്തുവാക്കുകൾ ചേച്ചി ബോഡി ഷെയിം ചെയ്തിട്ടുണ്ടോ? ഞാനോ? അല്ല, ചേച്ചീനെ. ഇഷ്ടം പോലെ. യെസ്, അതെ, ഇഷ്ടം പോലെ. കാരണം ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴേ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ഡിഗ്രി ഫസ്റ്റ് ഇയറിനൊക്കെ പഠിക്കുന്ന ഒരു കൊച്ചിനെ പോലെയാണ്. ഇപ്പൊ ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് സാരി എടുത്ത് വന്നപ്പോൾ വൺ ഓഫ് മൈ റിലേറ്റീവ്സ് സെഡ്, അയ്യോ ഒരു പെറ്റ പെണ്ണിനെ പോലെ ഉണ്ടെന്ന്. അതോടെ നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് ഇല്ലാണ്ടാവുകയാണ്. നമുക്കറിയില്ല നമ്മുടെ ചെറിയ വാക്കുകൾ മറ്റുള്ളവരിൽ ലൈഫ് ലോങ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. ഇപ്പൊ ഞാൻ തന്നെ 40-45 വയസ്സായി. ആ 16-17 വയസ്സിൽ പറഞ്ഞ ആ ഒരു വാക്ക് എത്രയോ ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എൻ്റെ മെമ്മറിയിലില്ല. എൻ്റെ മെമ്മറിയിൽ ഈ ഒരു നെഗറ്റീവ് സാധനമേ ഉള്ളൂ. അപ്പൊ പറയുന്നത് അതാണ്, നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ നല്ലത് പറഞ്ഞില്ലെങ്കിലും മോശം പറയാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ. അത് ലൈഫ് ലോങ് ഒരു സാധനം ഇമ്പാക്റ്റ് ആണ്, ട്രോമയാണ് ആൾക്കാരിൽ ഉണ്ടാക്കുന്നത്. സേ ഗുഡ്. എന്താ നമുക്ക് ഈ ദുഷ്ടത്തരം പണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? അവരെ സംബന്ധിച്ച് അതൊരു സാധാ ഒരു ഹ്യൂമർ ആയിരിക്കാം. ഞാനിപ്പോഴും എന്റെ 45-ാമത്തെ വയസ്സ് ചോദിക്കുമ്പോ ഇതാണ് പറയുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ വളരെ ഓണസ്റ്റ്ലി ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഞാൻ ചേച്ചിനെ അന്ന് കണ്ട പോലെ തന്നെ എനിക്ക് ഇപ്പോഴും തോന്നുന്നു. ഇടക്ക് ഗൂഗിളിൽ കയറി നോക്കിയാൽ മതി, ഏകദേശം 100 അടുപ്പിച്ചൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇഗ്നോർ ചെയ്ത് പോലെ. പക്ഷെ ഇന്ന് കാലം കുറച്ചുകൂടെ മാറിയിട്ടുണ്ടെന്നല്ല. ഇന്ന് that doesn't affect me. ഞാൻ പറയുന്നത് നമ്മുടെ ആ ഒരു ടെൻഡർ ഏജ് ഉണ്ടല്ലോ, നമ്മള് ഡെവലപ്മെന്റൽ ഏജിൽ വരുന്ന കുറെ കാര്യങ്ങൾ അതൊക്കെ ട്രോമയാണ്. ഇപ്പൊ എന്നോട് ഇനി ആരെന്ത് പറഞ്ഞാലും സത്യം കേട്ടോ. 40 വയസ്സ് കഴിഞ്ഞാൽ നമുക്കൊരു ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം ഞാൻ എന്റെ വഴി നോക്കി പോകും. എന്റെ വഴിയെ നോക്കി. അടിപൊളി. വിനോദയാത്രയിലെ കഥാപാത്രം പോലൊന്ന് പിന്നീട് സിനിമയിൽ കിട്ടിയിട്ടില്ല. യെസ്, കിട്ടിയിട്ടില്ല. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, കിട്ടിയിട്ടില്ല. വിഷമമുണ്ട് നമുക്ക്. പിന്നെ വിഷമില്ലാണ്ടിരിക്കോ? അപ്പം അടുത്ത ഇതില് ഒക്കെ സാറും മക്കളൊക്കെ എഴുതുമ്പോൾ നല്ല ക്യാരക്ടേഴ്സ് എഴുതി കിട്ടുമായിരിക്കും. ചാൻസും ചോദിച്ചു. നമ്മുടെ കുടുംബ ഡയറക്ടേഴ്സ് ആണ്. പടം എഴുതുമ്പോ ഓർക്കണേ. സീരിയൽ ഡേറ്റ് ഇഷ്യൂ കൊണ്ട് നല്ല സിനിമകൾ നഷ്ടമായിട്ടുണ്ട്. ഉണ്ടോ? ഇതാ ഞാൻ നേരത്തെ ചോദിച്ച മിസ് ചെയ്ത സിനിമ. ചോദിച്ചപ്പോ ഏത് പടാന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോഴും പടം ഓർമ്മയില്ല. പക്ഷെ ഓഫേഴ്സ് വന്നത് കുറെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആണല്ലേ. സാന്ത്വനം 2 എന്ന സീരിയലിലെ ഒരു പ്രധാന കഥാപാത്രം ഞാൻ ചെയ്യേണ്ടതായിരുന്നു. യെസ്. അതെവിടെന്ന് അറിഞ്ഞത്? അതിന്റെ ഒരു ഹെഡ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിലെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ഹെഡാണ്. അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ നമ്മൾ ചാനലിൽ കൊടുക്കുമ്പോൾ ഒരു കഥാപാത്രത്തിന് 3 ഓപ്ഷൻസ് ആണല്ലോ കൊടുക്കുക. അപ്പം ഈ പറയുന്ന പോലെ അവിടുത്തെ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, അങ്ങനെ ആ 3 പേരിൽ ഒരു പേര് എന്റേതായിരുന്നു. അത്രയാണ്. ഓക്കെ. ചില ഇന്റർവ്യൂകളിൽ പോയിരുന്ന് പിന്നീട് ആവശ്യമില്ലാത്ത വള്ളി പിടിച്ചിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഇതുവരെ വള്ളി പിടിച്ചില്ല നമ്മള്? ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്റർവ്യൂസിന് പോവാത്തതിന്റെ പ്രധാന റീസൺ തരാം. കുറെ കഴിയുമ്പോൾ ക്യാമറയാണെന്നും ഇത് നാട്ടുകാർ കാണുന്നുള്ള ആ ഒരു ബോധം ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പോവും. ഞാൻ എന്റെ തനി സ്വഭാവം പുറത്തേക്ക് വരും. നമ്മളിങ്ങനെ കുറെ കഴിയുമ്പോൾ ഭയങ്കര ഫ്രീ ആവും. പിന്നെ വീട്ടിൽ പോയി ഇരുന്നിട്ട് അത് പറയണ്ടായിരുന്നു അല്ലേ. പണ്ടൊന്നും ഓൺലൈൻ മീഡിയാസ് അത്ര ഇല്ലല്ലോ. ഇപ്പൊ ഈ പറയുന്ന പോലെ
ചില സാധനങ്ങൾ മാത്രം എടുത്തിട്ടിട്ട് അവരുടെ വരുമാന മാർഗമാവുമല്ലോ. അപ്പൊ ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് അവർക്ക് ഇൻകം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്റെ ആവശ്യം എന്ന് വെച്ചാൽ എനിക്ക് സമാധാനപൂർവ്വമായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പൊ എന്തിനാ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട് വെക്കണേന്ന് വെച്ചിട്ടാണ് ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂസും അവോയ്ഡ് ചെയ്യുന്നത്. അതർവൈസ് ഞാനൊരു ഹാപ്പി ഗോ പേഴ്സൺ. ഭർത്താവ് ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞതിന് ചിലർ വിമർശിച്ചിട്ടുണ്ട്. ചേച്ചി ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ് ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിക്കുന്നതിൽ തെറ്റില്ല എന്ന്. അതിന് വിമർശനം വന്നിട്ടുണ്ട്. അത് നെഗറ്റീവ് ആയിട്ടുള്ള വിമർശനങ്ങൾ. പുള്ളി അഭിനയിക്കുന്നത് ആ വിമർശനം വന്നിട്ടുണ്ട്. യെസ്, അതിപ്പം പുള്ളി ഒരു ഇത് ചെയ്തപ്പോ എല്ലാരും ചോദിച്ചു രശ്മി എങ്ങനെയാ അത് കണ്ടു നിൽക്കുന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വീടിന്റെ ബെഡ്റൂം തുറക്കുമ്പോഴല്ലോ കണ്ടത്. പുള്ളി ഒരു ക്യാരക്ടർ വന്നു, രശ്മിയുടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഹിസ് ആൻ ആർട്ടിസ്റ്റ്, അത് പോർട്രേ ചെയ്താണ് ഒരു ക്യാരക്ടർ. കാരണം അത് ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന സാധനമായതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഭർത്താവ് ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചതിനുള്ള മറുപടി. അപ്പൊ ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഈ നെഗറ്റീവ് കമന്റ്സ് ചേച്ചിക്ക് വരാറുണ്ട്, ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഈ കേസിലും ഒക്കെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ടോ നമ്മളെ മെന്റലി, മാനസികമായിട്ട് എവിടെയെങ്കിലും? എഫക്ട് ചെയ്യില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ പലരും പറയും നമ്മൾ കമന്റ്സ് നോക്കണ്ടാന്ന്. ഞാനൊക്കെ സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കും. ഈ പറയുന്ന പോലെ ചിലപ്പോൾ കമന്റ് ഒക്കെ എടുക്കുമ്പോൾ ആ പ്രൊഫൈൽ എടുത്ത് നോക്കും. അപ്പൊ നോക്കുമ്പോൾ ഒരു പൂവോ കിളിയോ ഒക്കെ ആയിരിക്കും. അവനവന്റെ ഐഡന്റിറ്റി എന്താന്ന് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്നതും ഇതുപോലത്തെ നെഗറ്റീവ് സാധനം പറയുന്നതും. നേരം വെച്ച് ആ പറയുന്ന വ്യക്തിയെ നമ്മുടെ മുമ്പിൽ കൊണ്ടിരുത്തിക്കോ, വാ തുറക്കൂല. പണ്ടത്തെ ഈ ചുമരെഴുത്ത് ബസ് സ്റ്റോപ്പിന്റെ ഇതിൽ എഴുതുക, ബാത്റൂമിനകത്ത് എഴുതില്ലേ എന്ന് പറയുന്ന പോലെ അവരവരുടെ ലൈഫിലെ ഫ്രസ്ട്രേഷൻസ് ആണ് പലതും കൊണ്ടുവന്ന് വാള് വെച്ചിട്ട് പോകുന്നത്. ഒരു മാറ്റവും ഓക്കെ. ഒറ്റയടിക്ക് 10 കിലോ കുറച്ചതിന് പിന്നിൽ ഒരു സീക്രട്ട് ഉണ്ട്. ഒറ്റയടിക്കൊന്നല്ല ഇത് കുറച്ചത്, സമയം ഒരുപാട് എടുക്കണം. ഇത്രയും വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ലേ, അത് നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റൂലല്ലോ. എത്ര നാളെടുത്തു നമ്മള്? ഓൾമോസ്റ്റ് 2 years. ഈ ഇടക്കിടക്ക് എന്താ പറയുക, ഡയറ്റിന്ന് പുറത്തു പോകും, പിന്നെ 2 കിലോ കൂടും, ഒന്നുകൂടെ പിടിക്കും. അങ്ങനെ ഇത്തവണ എന്ന് വെച്ചാൽ ഞാൻ വലിയ വാചകടിയൊന്നും നടത്തിയില്ല. മറ്റേത് ഇങ്ങനെ ഘോരം ഡയറ്റ് ചെയ്യാൻ പോണ്, ഞാൻ എക്സസൈസ് ചെയ്യാൻ പോണ്. ഇത്തവണ പറഞ്ഞില്ല, പ്രാക്ടിക്കലി പിടിച്ചു എന്നുള്ളതാണ്. അതിന്റെ പിന്നിലുള്ള ഒരു സീക്രട്ട് എന്തായിരുന്നു? എന്താ ചേഞ്ച് ആണ് കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ നമുക്ക് വേണ്ടി നേരത്തെ ചോദിച്ചില്ലേ എവിടെ നിന്നാണ് സന്തോഷം, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഞാൻ ആദ്യം എന്നിൽ ചേഞ്ച് കൊണ്ടുവന്നു. സെൽഫ് ലവ്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു ഡയറക്ടറിന് നമ്മളെ കാസ്റ്റ് ചെയ്യാൻ തോന്നണമെങ്കിൽ ഞാൻ ആ ഒരു കാറ്റഗറിയിലേക്ക് വരണമല്ലോ. ഒരു കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പറയുന്ന ഞാൻ വിചാരിച്ചു കുറച്ച് നമ്മുടെ ആരോഗ്യത്തിനും അതാണല്ലോ നല്ലതെന്ന് കരുതി, എൻ്റെ ഒരു ഈസിനും കൂടി. പക്ഷെ പണ്ടും ഈ തടി കൊണ്ട് മരത്തിൽ കയറാൻ പറഞ്ഞാൽ ഞാൻ മരത്തിലും കയറുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്, എന്നാ പിന്നെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാന്ന് കരുതി. അങ്ങനെ ചേഞ്ച്. അപ്പൊ സെൽഫ് ലവ് ആണ് നമ്മുടെ സീക്രട്ട്. ഓക്കെ, ശരി. അപ്പൊ യെസ് അല്ലേ? ഓക്കെ. അവസരങ്ങൾക്ക് വേണ്ടി ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട്. അത് എവിടെയും പറയാം. ചിലപ്പോ പോയിട്ട് മറ്റേ ശരിക്കും ഞാൻ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരന്റെ റിയാക്ഷൻ എന്താണ്? ഇത് ഞാൻ എത്ര കേട്ടിരിക്കുന്നു എന്നുള്ള പാട്ടല്ല. ശരി പറഞ്ഞു. അതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. പുള്ളി എന്നും പറയുന്ന ഒരു ഡയലോഗായിരുന്നു, 10 കിലോ രശ്മി കുറയ്ക്കുകയാണെങ്കിൽ എന്റെ അടുത്ത പടത്തിൽ വേഷം തരാം. അത് പറയാൻ വിട്ടുപോയി. ആ ഒരു വാശി ഉണ്ടായിരുന്നു. കിലോ കുറച്ചിട്ട് പോയി ചോദിച്ചില്ലേ? പടം ചെയ്യാൻ പോവല്ലേ ഇനിയിപ്പം. അതിനുശേഷം പടം ഒന്നും സെറ്റ് ആയില്ലല്ലോ, ആയിക്കൊണ്ടിരിക്കുന്നല്ലോ. ഞാനിപ്പോഴല്ലേ തടി കുറച്ചത് 10 കിലോ എന്നുള്ളത്. ഇനി എന്താ പറയുന്ന നോക്കട്ടെ. ഓക്കെ, നമ്മൾ അതിനകത്ത് കാണണം ചേച്ചിനെ. നമുക്ക് എന്തായാലും കാസ്റ്റിന്റെ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേനും വരണം. ആ പ്രൊമോഷൻ ഞാൻ തന്നെ ചെയ്യും ആ മൂവിയുടെ. അത്രേ ഉള്ളൂ. വിവാദമായ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതിൽ ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്? നോ, ഞാൻ അങ്ങനെ വിവാദമായ ഫോട്ടോഷൂട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഇല്ലല്ലോ. അത് ഇനി ഞാൻ അറിയാത്ത ഫോട്ടോഷൂട്ട് വല്ലതും നടന്നോ? അതേതാടാ? അങ്ങനെയൊന്നും ഇല്ല. ഇല്ല, വിവാദമൊന്നും ആയിട്ടില്ല. ഇല്ല. മേ ബി അതിന് താഴെ വന്ന കമന്റ്സും നെഗറ്റീവ് കമന്റ്സും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും. നോ. ഓക്കെ. ഇതുവരെ നമ്മൾ ചെയ്ത വർക്ക്സിലും എല്ലാത്തിലും നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഹാപ്പി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ മൊമെന്റില് ഐ വാണ്ടഡ് ദാറ്റ് ഹാപ്പൻ. ഓക്കെ. അപ്പൊ ചേച്ചി ഇത്രയും നേരം ചേച്ചി നമ്മുടെ അടുത്ത് സംസാരിച്ചു, കുറെ സെഗ്മെന്റ്സ് ചെയ്തു. ആൻഡ് അവസാനം ആ ഒരു സെഗ്മെന്റിൽ ചേച്ചി ഫുൾ മാർക്സോട് കൂടി പാസ് ആയത് കൊണ്ടും അതുകൊണ്ട് മാത്രമല്ല നമുക്ക് ചേച്ചിയുടെ സ്നേഹം ഉള്ളത് കൊണ്ടും ഓക്കെ, മൈൽ സ്റ്റോണിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ സമ്മാനം, ഒരു സ്നേഹ ഉപകാരമാണ്. ഓക്കെ, ഇത് ഒരു സ്പെഷ്യൽ ഒരു ഹാമ്പർ ആണ് മൈൽ സ്റ്റോണിന്റെ ഭാഗത്ത് നിന്നും, ക്രാഫ്റ്റഡ് ബൈ ഹാമ്പർ ക്വീൻ. സോ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.
ആദ്യമായിട്ടാണ് ഒരു പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് എനിക്ക് കിട്ടുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്, നിങ്ങളെല്ലാം ഹാപ്പിയാണല്ലോ. അപ്പൊ ചേച്ചി എന്തായാലും നല്ലത് മാത്രം വരട്ടെ. ഇനിയും നമുക്ക് നല്ല അടിപൊളി സിനിമകളിലോടുകൂടി ഒത്തിരി ഒത്തിരി നല്ല കഥാപാത്രങ്ങളോട് കൂടി നീലാംബരി പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടും. മാനിഫെസ്റ്റ് നമുക്ക് കിട്ടിയെന്ന് തന്നെ വിചാരിക്കാം. ബാക്കിയൊക്കെ നമുക്ക് നടക്കാന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.